നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഒരു അനുയോജ്യമായ ഒരു ബാഡ്മിൻ്റൺ റാക്കറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ വളരെ ഇൻഫർമേറ്റീവാണ്, വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പം നമ്മൾ ഒന്നുകിൽ സ്വന്തമായിട്ട് നമുക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയായിരിക്കാം ബാഡ്മിൻ്റൺ റാക്കറ്റ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ബാഡ്മിൻ്റൺ റാക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 7 ഫ്യൂച്ചേഴ്സ് നമ്മൾ ബാഡ്മിൻ്റൺ റാക്കറ്റിൻ്റെ ഡിസ്കസ് ചെയ്യും 1 by 1 ആയിട്ട്. അതിനുശേഷം നമുക്ക് ഒരു നല്ല ബാഡ്മിൻ്റൺ റാക്കറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, ഒന്നുകിൽ കടയിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന്. അപ്പം ഒരു ബാഡ്മിൻ്റൺ റാക്കറ്റിനെ സംബന്ധിച്ച് ഇതിൻ്റെ പാർട്സ് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഈ ഒരു ഏരിയ നമുക്ക് ഹാൻഡിൽ എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഹാൻഡിലിനും കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു റീജിയൻ നമുക്ക് ഷാഫ്റ്റ് എന്ന് പറയാം. അതിനുശേഷം ഈ ഒരു ജോയിൻറ്റിന് നമുക്ക് ത്രോട്ട് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഇതിന് നമുക്ക് ഹെഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രിങ് വലിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയ്ക്ക് സ്ട്രിങ്ഡ് ഏരിയ എന്ന് പറയും. അപ്പം ഈ ഒരു ബാഡ്മിൻ്റൺ റാക്കറ്റ്സിൻ്റെ പാർട്സ് നമ്മളൊന്നും അറിഞ്ഞിരിക്കുക. അതിനുശേഷം ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കും. അപ്പം ഇനി നമ്മുടെ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് പോയിൻ്റ് അല്ലെങ്കിൽ ഓവറോൾ വെയ്റ്റ് ഓഫ് റാക്കറ്റ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഹെഡ് ഹെവി, ഹെഡ് ലൈറ്റ്, ഈവൻ മീഡിയം, ഇങ്ങനെ പറഞ്ഞ് 3 കാറ്റഗറിയാണ് ഈ ഒരു ഫ്യൂച്ചറിൻ്റെ അകത്തുള്ളത്. അപ്പം ഒന്നാമത്തത് ഹെഡ് ഹെവി റാക്കറ്റ്സ് എന്ന് പറയും. അപ്പം ഹെഡ് ഹെവി റാക്കറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ഹെഡ് റീജിയനിൽ വെയിറ്റ് കൂടുതലായിരിക്കും ഈ ഒരു ഹാൻഡിലിനെ കമ്പയർ ചെയ്ത് ചെയ്യുമ്പോഴത്തേനും. അപ്പം ഇങ്ങനെയുള്ള റാക്കറ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് സ്മാഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ബാക്ക് കോർട്ടിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് സ്മാഷ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആ ഒരു സ്മാഷ് ചെയ്ത് കൂടുതലായിട്ട് മൂവ്മെൻറ്റ്സ് നടത്തുന്ന പ്ലേയേഴ്സിന് വേണ്ടിയാണ് ഹെഡ് ഹെവി റാക്കറ്റ്സ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മുടെ രണ്ടാമത്തെ റാക്കറ്റാണ് ഹെഡ് ലൈറ്റ് റാക്കറ്റ്. രണ്ടാമത്തെ തരം റാക്കറ്റാണ് ഹെഡ് ലൈറ്റ് റാക്കറ്റ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഹെഡിൻ്റെ വെയിറ്റ് കുറവാണ് ഹാൻഡലിനെ കമ്പയർ ചെയ്യുമ്പം. അപ്പോൾ ഹാൻഡലിലായിരിക്കും കൂടുതൽ വെയിറ്റ്. അപ്പം ഹാൻഡലിൽ കൂടുതൽ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്ലെക്സിബിൾ മൂവ്മെൻറ്റ്സ്, ഈ ഒരു നല്ല സ്പീഡായിട്ട് ഫ്ലെക്സിബിൾ മൂവ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു റാക്കറ്റ് വെച്ച് നടത്താൻ സാധിക്കും. കൂടുതലായിട്ടും കുറച്ച് പ്ലേസൊക്കെ കൂടുതലായിട്ട് ഇട്ട് കളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹെഡ് ലൈറ്റ് റാക്കറ്റ് കുറച്ചും കൂടെ അവർക്ക് അനുയോജ്യമായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നവർക്ക്, ഫ്രണ്ട് പ്ലേയേഴ്സിനൊക്കെ ഈ ഒരു ഹെഡ് ലൈറ്റ് റാക്കറ്റ്സ് കൂടുതലും അനുയോജ്യമായിരിക്കും. അപ്പം നിങ്ങൾ ഏത് തരം പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഏത് ശൈലിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് ഈ ഒരു കാറ്റഗറീസ് ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും കുറേ കാര്യങ്ങൾ പറയും, അത് കമ്പയർ ചെയ്ത് ശരിയായ റാക്കറ്റ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം ഇനി നമ്മുടെ മൂന്നാമത്തെ ബാലൻസ് പോയിൻറ്റിൻ്റെ അകത്ത് വരുന്നതാണ് ഇവൻ ബാലൻസ് റാക്കറ്റ്സ്. അപ്പോൾ ഇവൻ ബാലൻസ് റാക്കറ്റിൻ്റെ അകത്ത് ഹാൻഡിലും അതുപോലെ തന്നെ ഹെഡിലും ഈക്വൽ വെയിറ്റ് ആയിരിക്കും. അപ്പം ഈക്വൽ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയം, കുറച്ച് സ്മാഷ് ചെയ്തും കുറച്ച് പ്ലേസ് ചെയ്തും കളിക്കുന്ന ഒരു മീഡിയം പ്ലേയേഴ്സിന് എപ്പോഴും ഈ ഒരു ഇവൻ ബാലൻസ് റാക്കറ്റ് അനുയോജ്യമായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് ഹെഡ് ഹെവി റാക്കറ്റാക്കി മാറ്റാം. ഈ ഒരു റീജിയനിൽ നമുക്ക് ഹെഡിൽ കുറച്ച് ടേപ്പൊക്കെ നമ്മളൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹെഡ് ഹെവി റാക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ഇവൻ ബാലൻസ് റാക്കറ്റിനെ. അതുപോലെ തന്നെ ഹാൻഡിലിൽ മാത്രം നമ്മൾ ഒരു ഗ്രിപ്പൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റാക്കറ്റിനെ ഹെഡ് ലൈറ്റ് റാക്കറ്റായിട്ടും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ് ഇവൻ ബാലൻസ് റാക്കറ്റ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും. അപ്പം ഓരോതിൻ്റെയും യൂസ് നമുക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്താൽ നോക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടറാണ് റാക്കറ്റ് ഹെഡ്. അപ്പോൾ റാക്കറ്റ് ഹെഡ് പല ഷേപ്പിലുണ്ട്. അതായത് നമുക്ക് മെയിനായിട്ട് 2 ഷേപ്പിലാണുള്ളത്. ഒന്ന് ഓവൽ ഷേപ്പ്, രണ്ടാമത്തത് ഐസോമെട്രിക് ഷേപ്പ്. അപ്പം ഓവൽ ഷേപ്പിലുള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഇങ്ങനെ സർഫസ് ഏരിയ, ഈ ഒരു റീജിയനിലുള്ള ഏരിയ ഇച്ചിരി കുറവാണ്. അപ്പം അതേ സമയത്ത് ഈ ഒരു ഐസോമെട്രിക് ആണെങ്കിൽ ഈ ഒരു റീജിയണിൽ നല്ല ഏരിയ ഉണ്ട്. അതായത് ഈ ഒരു റീജിയനാണ് നമ്മൾ കൂടുതലായിട്ടും ബാഡ്മിൻ്റൺ കളിക്കുമ്പോഴത്തേനും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന റീജിയൻ, സ്മാഷ് അടിക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ സ്വീറ്റ് മൂവ്മെൻറ്റ്സ്, ഏറ്റവും കൂടുതൽ ഏരിയ ഈ ഒരു റീജിയനിലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐസോമെട്രിക്
ഷേപ്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത് എല്ലാ ബാഡ്മിൻ്റൺ റാക്കറ്റ്സും ഈ ഒരു ഷേപ്പിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പം ഇതാണ് ഏറ്റവും ബെറ്റർ ഷേപ്പ് ഏത് തരം പ്ലെയേഴ്സ് ആണെങ്കിലും. ഇനി നമ്മുടെ അടുത്ത ഒരു ക്യാരക്ടറാണ് സ്ട്രിങ് ടെൻഷൻ. അപ്പോൾ സ്ട്രിങ് ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ റാക്കറ്റിൽ പുതിയ സ്ട്രിങ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ റാക്കറ്റ് വാങ്ങിയതിന് ശേഷം. അപ്പം ഇതിൻ്റെ സ്ട്രിങ് ടെൻഷൻ നമുക്ക് കൂടുതലുള്ള സ്ട്രിങ് ടെൻഷനുള്ള ബാറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, അതായത് മീഡിയം ആണെങ്കിലും ഹൈ ടെൻഷനാണ് വേണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം സ്ട്രിങ് ടെൻഷൻ കൂടിയ ബാറ്റ്സ് കൂടുതലായിട്ടും സെലക്ട് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നമുക്ക് കംഫോർട്ടായിട്ടുള്ള രീതിയിൽ സ്ട്രിങ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സ്ട്രിങ് ടെൻഷൻ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞിട്ട് അവരോട് എത്ര സ്ട്രിങ് ടെൻഷൻ വെച്ച് ഇത് കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ കെട്ടിത്തരുന്നതായിരിക്കും. അപ്പം സാധാരണ സ്റ്റാർട്ടിംഗ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ 24 LDS താഴെയായിരിക്കും അവർ സ്ട്രിങ് ടെൻഷൻ യൂസ് ചെയ്യുന്നത്. 24 to 26 LDS മീഡിയം പ്ലെയേഴ്സ്, അതിനുശേഷം 26 to 32 LDS വരെ നമുക്ക് ഒരു നല്ല ഗുഡ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സൊക്കെ ഈ ഒരു റീജിയനിലുള്ള നല്ല പ്ലെയേഴ്സ് ആ ഒരു സ്ട്രിങ് ടെൻഷൻ ഇട്ടായിരിക്കും കളിക്കുന്നത്. എപ്പോഴും എൻ്റെ ഒരു വ്യൂവിൽ സ്ട്രിങ് ടെൻഷൻ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അടുത്തതാണ് ടീ ജോയിൻറ്റ്. നമ്മൾ ഈ ഒരു ടീ ജോയിൻ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ടീ ജോയിൻറ്റ്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ 2 തരം പീസസ് വരുന്നുണ്ട് ബാഡ്മിൻ്റൺ റാക്കറ്റിൻ്റെ അകത്ത്. ഒന്ന് സിംഗിൾ പീസ്, രണ്ടാമത് 2 പീസ്. ഇവിടെ സിംഗിൾ പീസിൻ്റെ അകത്ത് ഈ ഒരു ഷാഫ്റ്റും ഹെഡും ഒരു സിംഗിൾ പീസാണ്. ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് സിംഗിൾ പീസായിട്ടാണ്. 2 പീസിൻ്റെ അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫ്റ്റ് സെപ്പറേറ്റ്, അതുപോലെ തന്നെ ഹെഡ് സെപ്പറേറ്റ്, ഇതിനിടയ്ക്ക് ഒരു ജോയിൻറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബാറ്റ്സിൽ സിംഗിൾ പീസ് റാക്കറ്റാണ് ഏറ്റവും ബെറ്റർ. കാരണം ഈ ഒരു ജോയിൻറ്റ് കുറേ നാൾ കളിച്ച് കഴിയുമ്പോഴത്തേനും അത് ചെറുതായിട്ട് വീക്ക് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു റീജിയനിൽ ചെറിയ ക്രാക്സ് ഉണ്ടാകാനും ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇനി അടുത്ത ഒരു ക്യാരക്ടറാണ് റാക്കറ്റ് ഷാഫ്റ്റ്. റാക്കറ്റ് ഷാഫ്റ്റ് നമുക്ക് ഈ പറയുന്നതാണ് റാക്കറ്റ് ഷാഫ്റ്റ്. അപ്പം ഈ ഒരു റാക്കറ്റ് ഷാഫ്റ്റിൻ്റെ ഫ്ലെക്സിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം ഇവിടെ തന്നെ 3 തരം ഫ്ലെക്സിബിലിറ്റീനെ ബേസ് ചെയ്ത് 3 തരം ഷാഫ്റ്റ് ഉണ്ട്. ഒന്ന് ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഉണ്ട്, സ്റ്റിഫ് ഷാഫ്റ്റ് ഉണ്ട്, മീഡിയം ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ചെറിയ പവറിൽ. അതുപോലെ തന്നെ സ്റ്റിഫ് ഷാഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇത്രയും ബെൻഡ് ആകത്തില്ല ഷാഫ്റ്റ് നല്ല പവർ കൊടുത്തു കഴിഞ്ഞാലും. അതുപോലെ തന്നെ മീഡിയം ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ആണെങ്കിൽ, അതായത് ഒരു മീഡിയം രീതിയിൽ, ഇതിന് രണ്ടിനും ഫ്ലെക്സിബിൾ ഷാഫ്റ്റിനും സ്റ്റിഫ് ഷാഫ്റ്റിനും ഇടയ്ക്കാണ് ഒരു മീഡിയം ലെവലിലാണ് ഈ ഒരു റാക്കറ്റ് ഷാഫ്റ്റ് ബെൻഡ് ആകുന്നത്. അപ്പം ഇവിടെ ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ആണെങ്കിൽ ചെറുതായിട്ട് തമ്മിൽ കൂട്ടി ഇടിച്ചു കഴിഞ്ഞാലും ഒറ്റയടിക്ക് അത് ക്രാക്കായിട്ട് അവിടെ വെച്ച് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അതേസമയം സ്റ്റിഫ് ഷാഫ്റ്റ് ആണെങ്കിൽ നന്നായിട്ടൊന്ന് കൂട്ടി മുട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിലത്ത് ഉറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടക്ക് എന്ന് പറഞ്ഞ് അത് ഇടയ്ക്കുന്ന് ഒടിഞ്ഞു പോകാനുള്ള, രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ആകാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം പ്ലെയേഴ്സിന് അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിന് എപ്പോഴും മീഡിയം ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ആയിരിക്കും ഏറ്റവും അനുയോജ്യം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ആയിരിക്കും അനുയോജ്യം. പക്ഷേ ഒരു വലിയ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സൊക്കെ കൂടുതലായിട്ടും സ്റ്റിഫ് ഷാഫ്റ്റൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്തൊരു ക്യാരക്ടറാണ് ബാഡ്മിൻ്റൺ റാക്കറ്റിൻ്റെ ഗ്രിപ്പ് സൈസ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് യോണക്സിനെ സംബന്ധിച്ച് ഇവരുടെ സ്ട്രിപ്പ് ഗ്രിപ്പ് സൈസ് G1, G2, G3, G4, G5 എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. അപ്പം G1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഗ്രിപ്പ് സൈസാണ് ഇവർ പറയുന്നത്. G1 102 mm ആണ് പറയുന്നത്. അതുപോലെ തന്നെ 114 mm ആണ് G5 ഗ്രിപ്പ് സൈസ്. അപ്പം ഇവിടെ നമുക്കിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ ഗ്രിപ്പ് സൈസ് ഉള്ള ബാറ്റ്സ് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ വലിയ ഹൈറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഓൾറെഡി അവരുടെ കൈക്കും വലിപ്പം ഉണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു G4, G5 ഒക്കെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ചിലവർ കൈക്കുള്ളിൽ തന്നെ കുറച്ചും കൂടെ മൂവ്മെൻറ്റ്, ഹാൻഡിലിൻ്റെ മൂവ്മെൻറ്റ്, അത് ഫ്ലിക്ക് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ മൂവ്മെൻറ്റ്സ് നടത്തണമെങ്കിൽ മീഡിയം സൈസിലുള്ള റാക്കറ്റ് ഗ്രിപ്പുള്ള ബാറ്റ്സൊക്കെ വാങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീനിങ്ങിൻ്റെ കമ്പനിയിൽ നമുക്ക് S2, S3 എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഗ്രിപ്പ് സൈസ് കിട്ടുന്നത്. S2 എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്മോൾ, S3 എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസാണ്. അപ്പം ഇതും അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇനി നമ്മുടെ അടുത്ത ഒരു
ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് റാക്കറ്റ് വെയ്റ്റ്. ഇപ്പോൾ റാക്കറ്റ് വെയ്റ്റ് യോണക്സിൽ നമ്മളിവിടെ ഒരു ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. റാക്കറ്റ് വെയ്റ്റ് ലീനിങ്ങിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5U 4U 3U 2U 1U എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ 5U ആണ് ഏറ്റവും ലൈറ്റ് വെയ്റ്റ്, 75 to 79 grams ആണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ 1U പറയുന്നത് 95 to 99.9 grams. അപ്പോൾ ഇവിടെ ലീനിങ്ങിൻ്റെ ആണെങ്കിൽ W1 ആണ് ഏറ്റവും വെയ്റ്റ് കുറഞ്ഞത്, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ബാറ്റ്, 72 gram to 80 gram. W3 ആണെങ്കിൽ 85 to 89 gram. അപ്പം ചിലവരൊക്കെ സ്മൂത്ത്, അതായത് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ സ്പീഡിലുള്ള മൂവ്മെൻറ്റ്സ് സ്മാഷ് ചെയ്യാതെയൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വെയ്റ്റ്ലെസ് ബാറ്റ്സ് ആയിരിക്കും കൂടുതൽ കംഫോർട്ട്. കുറച്ച് സ്മാഷ് ചെയ്തും പ്ലേസ് ചെയ്തും ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ മീഡിയം റേഞ്ചിലുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല സ്മാഷ് ചെയ്ത് മാത്രം കളിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് കൂടിയത് ഹെഡ്സ് ഉള്ളതൊക്കെ എടുക്കാം. പക്ഷേ ഇവിടെ കൂടുതൽ വെയിറ്റ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ്, ഫ്ലെക്സിബിലിറ്റി ഒക്കെ കുറയും. അതുപോലെ തന്നെ ചിലവർക്ക് കയ്യിൽ വേദനയൊക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഫ്യൂച്ചറിൽ. അങ്ങനെയുള്ള പോസിബിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു ബിഗിനറാണെങ്കിൽ മീഡിയം ഇവിടെയും സെലക്ട് ചെയ്യാം. നല്ല അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ ചോയ്സിനനുസരിച്ച് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള റാക്കറ്റ് വെയിറ്റ് ഉള്ള ബാറ്റ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന്. അപ്പോൾ നമ്മൾ നല്ല റാക്കറ്റ്സ്, നല്ല ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന റാക്കറ്റ്സൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഈ ചാനലിൽ വീഡിയോസായിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് റാക്കറ്റ്സ്, നല്ല റാക്കറ്റ്സ് സെലക്ട് ചെയ്യാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.